നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം നിഫ്റ്റി, റിലയൻസിൻ്റെയും ONGC തുടങ്ങിയ എനർജി കമ്പനികളുടെ ശക്തമായൊരു റാലി കാരണം 400 പോയിൻറ്റിൻ്റെ അടുത്ത് ആദ്യ ദിവസം തന്നെ ഇന്ന് റാലി രേഖപ്പെടുത്തി നിക്ഷേപകരെ വീണ്ടും പ്രതീക്ഷകൾ നൽകി. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും കടക്കുകയാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി 21,440 എന്ന റേഞ്ചിൽ നിന്ന് അതിശക്തമായ രീതിയിൽ ഒരു സമയത്ത് പോലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാതെ 21,744 കുതിച്ചുയർന്നു. നിഫ്റ്റി 385 പോയിൻറ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്നും സെൻസെക്സ് 1240 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 576 പോയിൻറ്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടാക്കി. ഇന്ന് എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. FMCG ഒഴികെ ബാക്കി എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. എനർജി സെക്ടർ 5.5% റാലിയും PSU ബാങ്കും ഓട്ടോ, മെറ്റൽ തുടങ്ങിയ സെക്ടേഴ്സ് എല്ലാം തന്നെ നിഫ്റ്റിക്ക് ശക്തമായ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ONGC ആണ്. ഏകദേശം ഒരു 8%, റിലയൻസ് 7%. ഒരു സിംഗിൾ ഡേ കൊണ്ട് റിലയൻസ് 189 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടാക്കി. കോൾ ഇന്ത്യ 6%, അദാനി എൻ്റർപ്രൈസസ് 6%, അദാനി പോർട്ട് ഏകദേശം ഒരു 4.5% അതിശക്തമായ ഒരു റാലിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് സിപ്ലയുടെ വൈസ് ചെയർമാൻ റിസൈൻ ചെയ്ത ന്യൂസ് നമ്മൾ കണ്ടു. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനിയാണ് ITC. റിസൾട്ട് മുമ്പേ ഏകദേശം ഒരു 1.5% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. IT കമ്പനിയായിട്ടുള്ള L&T മൈൻട്രി, മറ്റൊരു IT കമ്പനിയായിട്ടുള്ള ടെക്കം 0.5% ഫോള് രേഖപ്പെടുത്തി. JSW സ്റ്റീലും 0.5% ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നിഫ്റ്റിയുടെയാണ്. 21,750 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 21,500 ലോങ് ഗ്രീൻ ബാർ കാണുന്നുണ്ട്. അത് 21,500 പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 22,000 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. PCR 0.9 എന്ന നിലയിലാണ് ഉള്ളത്. ഫിൻ നിഫ്റ്റി നാളെയാണ് എക്സ്പയറി. സ്പോട്ടുള്ളത് 20,413. 20,200 മേജർ സപ്പോർട്ടായിട്ടും 20,000 മേജർ സപ്പോർട്ടായിട്ടും 20,300 മേജർ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുമ്പോൾ 20,500, 600, 20,700, 20,900 തുടങ്ങിയ റേഞ്ചുകൾ പ്രതിരോധങ്ങൾ ഫിൻ നിഫ്റ്റിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ PCR 0.8 എന്ന നിലയിലാണുള്ളത്. നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റും നമ്മളുടെ മാർക്കറ്റിലെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളും ന്യൂസുകളും നോക്കാം. നമ്മൾ നടത്തുന്ന കോഴിക്കോടും കൊച്ചിയിലും നടത്തുന്ന ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്ന് വേണമെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സെയിം സപ്പോർട്ട് തന്നെയാണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴേന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 35 പോയിൻറ്റ് ഫ്ലാറ്റാണ്. US നിന്ന് പലിശ നിരക്ക് വർധനവ് തീരുമാനം വ്യാഴാഴ്ച വരുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 13% ഉയർന്ന് 15.68 എന്ന നിലയിലാണ്. നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റ് വ്യാഴാഴ്ച ദിവസം വരുന്നുണ്ട്. ബിറ്റ്കോയിൻ 42,349. റഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ്, ജർമ്മൻ മാർക്കറ്റ് നെഗറ്റീവാണ്. അതിന് മുകളിലുള്ള നിക്കി ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. കോസ്പി കൊറിയ ഗ്രീനിലടച്ചു. ചൈന 1% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ടുള്ള എവർഗ്രാൻഡെ ലിക്വിഡേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് എവർഗ്രാൻഡെ 20% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ AX200 ഓസ്ട്രേലിയ ഗ്രീനിലടച്ചു. ബ്രെൻഡ് ഓയിൽ $83.69 പെർ ബാരൽ. ഏറ്റവും അതിന് മുകളിൽ കാണാം ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 11 പൈസ. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2026 പെർ ഔൺസ്. $8 ഒരു റാലി ഇന്ന് ഗോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. റിലയൻസ് ഇൻഡസ്ട്രീസ് റെക്കോർഡ് ഹൈ ആണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ഒരു 19.5 ലക്ഷം കോടി രൂപ ആയിട്ടുണ്ട്. ഇന്ന് മാത്രം ഏകദേശം ഒരു 1 ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ആഡ് ചെയ്തു. സ്റ്റോക്ക് റിലയൻസാണ് മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഒരു കമ്പനി ഇന്ത്യയിൽ. അതുമാത്രമല്ല, സ്റ്റോക്ക് 11% റാലി ജനുവരിയിൽ നൽകി. 9% റാലി കഴിഞ്ഞ ഡിസംബറിൽ നൽകി.
4% റാലി നവംബറിൽ നൽകി. ഓൾ ടുഗദർ ഈ ഒരു റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി കുറേ നാളും ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏകദേശം ഒരു 25% റാലി 3 മാസം കൊണ്ട് നൽകിയിട്ടുണ്ട്. അടുത്തത് സീ എൻ്റർടൈൻമെൻറ്റ് കമ്പനീനെ സംബന്ധിച്ചുള്ളൊരു വാർത്തയാണ്. സോണിയായിട്ട് ഏകദേശം ഒരു $10 ബില്യൺ ഒരു മെർജർ കരാറ് റദ്ദാക്കിയതിനെ തുടർന്ന് 30%-ലേറെ ഇടിഞ്ഞൊരു കമ്പനിയാണ് സീ എൻ്റർടൈൻമെൻറ്റ്. എന്നാൽ ഇവരുടെ നിക്ഷേപകർക്ക് ചെറിയ രീതിയിലൊരു ആശ്വാസം പകരുന്ന രീതിയിൽ ഇവരുടെ CEO ഒരു പ്രസ്താവന നടത്തി. സുഭാഷ് ചന്ദ്ര ഇവിടെ മേജർ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പിലുള്ള ഒരംഗമാണ്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് എല്ലാം തന്നെ നിലവിൽ ഈ ഒരു കമ്പനിയിലുള്ള സ്റ്റേക്ക് 4% നിന്ന് 26%-ലേക്ക് ഉയർത്തുമെന്നുള്ളൊരു ന്യൂസ്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 10%-ലേറെ ഇടിവ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ കഴിഞ്ഞ ഒരു ദിവസം അവരുടെ Q3 റിസൾട്ട് വന്നപ്പോൾ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി മോശമായതാണ് ഇന്ന് ഇടിയാനായിട്ട് കാരണമായിട്ടുള്ളത്. SGBN കമ്പനി ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ചർച്ച ചെയ്ത സ്റ്റോക്കായിരുന്നു. 12% റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഗുജറാത്തിൽ നിന്ന് ഒരു 100 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടിയതാണ് സ്റ്റോക്ക് ഉയരാൻ കാരണം. സൺഫാർമയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. സൺഫാർമയുടെ സബ്സിഡറി കമ്പനിയായിട്ടുള്ള ടാരോ ഫാർമസ്യൂട്ടിക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ഇവർ നല്ല രീതിയിലൊരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് സൺഫാർമ ഇന്ന് റാലി രേഖപ്പെടുത്താൻ കാരണം. VA ടെക് വബാഗ് കമ്പനി ഇവർക്ക് 100 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഇവരുടെ CNG പ്ലാന്റ് ഇവർ ചെയ്യാനായിട്ട് കമ്പനി ഉദ്ദേശിച്ചു. അത് കാരണം ഇന്ന് സ്റ്റോക്ക് 6% റാലി രേഖപ്പെടുത്തി. IPOയിലേക്ക് വരുമ്പോൾ BLS ഇൻ്റർനാഷണൽ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി IPOയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ BLS ഇൻ്റർനാഷണൽ കമ്പനി നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു IPOയിൽ പങ്കെടുക്കുമ്പോൾ 7 രൂപയുടെ ഒരു ഇളവ് ഉണ്ട്. ജാനുവരി 30-നാണ് BLS ഇൻ്റർനാഷണലിൻ്റെ സബ്സിഡിയറി കമ്പനിയുടെ IPO ലിസ്റ്റിങ്ങിൽ വരുന്നത്. ഇനി ഗെയിലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഗെയിലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 2843 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സ്റ്റോക്ക് 5 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. BHEL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 40% ഉയർന്ന് 860 കോടി രൂപ കരസ്ഥമാക്കി. BPCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 82% ഉയർന്ന് 3181 കോടി രൂപ കരസ്ഥമാക്കി. മാൻ ഇൻഫ്ര കമ്പനി ഇവർ മുംബൈയിൽ ഒരു ലക്ഷറി ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. 1200 കോടി രൂപയുടെ ഓർഡർ. സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി നമ്മൾ 2 ദിവസം മുമ്പ് ചർച്ച ചെയ്തിരുന്നു ഈ ഒരു സ്റ്റോക്കിനെ പറ്റി. പവർ മെക്ക് കമ്പനി 52 വീക്ക് ഹൈ ആണുള്ളത്. കമ്പനിക്ക് 645 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ഈ ഒരു ന്യൂസ് നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിപണി സമയത്ത് ടെലഗ്രാമിൽ നമ്മൾ ന്യൂസുകൾ പരമാവധി ഷെയർ ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യേണ്ട ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. SBI കാർഡ് ഇന്ന് 6% ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ അസറ്റ് ക്വാളിറ്റി ഡ്രോപ്പ് ആയതാണ് സ്റ്റോക്ക് ഇടിയാനായിട്ട് കാരണമായിട്ടുള്ളത്. ആമി ഓർഗാനിക് കമ്പനി ഇന്ന് 8% റാലി രേഖപ്പെടുത്തി. ഇവരുടെ സബ്സിഡിയറി കമ്പനി ലിഥിയം ബാറ്ററി സെൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട്. ടാറ്റ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. റവന്യൂ 2% ഉയർന്നു. ടിറ്റിഗ്രാഹ് റെയിൽ കമ്പനി ആംബർ ഗ്രൂപ്പായിട്ട് കൊളാബ് ചെയ്തിട്ട് ഇവരൊരു പുതിയ റെയിൽവേ പാർട്സിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട്. കോൺകോർ കമ്പനി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കാർഗോ വോളിയം 10 മുതൽ 12% ഒരു വർധനവ് ഉണ്ടാക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ ചർച്ച ചെയ്യാം. പുതിയ ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.